സൈലം ലേണിംഗ് നിങ്ങളുടെ ഈ സ്വന്തം മിഥുല മിസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് നാളെ അല്ലേ. അപ്പം നാളെ നമ്മുടെ ബേസിക് സയൻസിൽ ഫുൾ A ഗ്രേഡ് വാങ്ങാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിൻ്റെ കയ്യിലുള്ളത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണുക. ഇത് നിങ്ങളെ നാളത്തെ പരീക്ഷയ്ക്ക് 100% ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ മിസ്സിൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ബുക്കും പെയിനെടുത്ത് റെഡി ആയിട്ടിരുന്നു. നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്? അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കാനാണ്. ശരിയായവ തിരഞ്ഞെടുക്കണം. അപ്പൊ സോപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ആരെ ഉപയോഗിക്കുക? സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ബേസുകളാണ് അല്ലെ. ഏതൊക്കെ ബേസുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കും, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കാം. ഈ രണ്ട് ബേസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് അല്ലെ. അപ്പൊ അത് തന്നെ പറയാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്ത് കൊടുക്കും. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഹാർഡ്നെസ് കുറച്ച് കൂട്ടാനും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കൂട്ടാനും ഒക്കെ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ പേരും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് വായിക്കാം. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ശരിയാണോ? അല്ല, പൊട്ടത്തെറ്റാണ് അല്ലെ. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ടോ? ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കുക? നമ്മൾ മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. ഇനി sodium silicate and stone powder are used to increase the hardness and quantity of soap. അതൊന്നും അയച്ചു നോക്കിക്കേ. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നു. ഇത് കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ അത് ശരിയാണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? യെസ്, ഓപ്ഷൻ 4 ആണ് ശരിയായ ഉത്തരം. റെഡിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഗിവൺ ബിലോ ആർ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ബൈ എ ഫാമർ ടു ഗെറ്റ് ബെറ്റർ yield. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് നമ്മളെ പോലെ ഒരു പാവം കർഷകനുണ്ട്. നമ്മളെ പോലെയല്ല, ഒരു പാവം കർഷകൻ എന്ത് ചെയ്യണം? മികച്ച വിളവ് ലഭിക്കണം, ഈൽഡ് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് വളങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകത തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ ഈ തന്നിട്ടുള്ള അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വളങ്ങളുടെ പ്രത്യേകത തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ തരംതിരിക്കാനാണ്. അപ്പൊ മക്കളെ, വളങ്ങളെ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുക? ഫെർട്ടിലൈസേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുക? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ട് അല്ലെ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ജൈവവളങ്ങളുമുണ്ട്, രാസവളങ്ങളുമുണ്ട്. ശരിയല്ലേ? ഇനി അടുത്തത്, ഇനി നമുക്കപ്പോൾ ഓർഗാനിക്കിന്റെയും കെമിക്കലിന്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനാണ് നമ്മുടെ ജോലി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് വേഗം തന്നെ കണ്ടെത്താം. റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജൈവവളം, അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണം, കൂടുതൽ അളവിൽ വേണം എന്നുള്ളത് നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ പ്രത്യേകത. ഇനി എക്സസീവ് യൂസ് ഡിസ്ട്രോയ്സ് ദ സോയിൽ സ്ട്രക്ചർ, അമിതമായിട്ടുള്ള ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. അത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് അല്ലെ. രാസവള, ഇത് രണ്ടും നമ്മുടെ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. ഇനി നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷകരമല്ല. മണ്ണിന് ദോഷകരമല്ലാത്തത് ആരാണ്? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വളങ്ങളാണ്. അങ്ങനെയുള്ള വളങ്ങൾ ഏതാണ്? യെസ്, ജൈവവളം അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. സോ ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് നോട്ട് ഹാംഫുൾ ടു സോയിൽ അല്ലെ. നോട്ട് ഹാംഫുൾ ടു സോയിൽ അല്ലെങ്കിൽ മണ്ണിന് ദോഷകരമല്ല. ഓക്കെ, എഴുതുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ മിസ്സിന്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നോക്കിക്കേ. നെസസറി കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി, ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രമായിട്ട് മണ്ണിന് കൊടുക്കാം. അതാരാ? നമ്മളൊരു ജൈവവളം ഇടുമ്പോൾ അങ്ങനെയാണോ? അല്ല, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ അതിലുണ്ടാവും അല്ലേ. അപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്, രാസവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്
ഉപയോഗിക്കുന്നതെങ്കിൽ മണ്ണിന് ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട്, നെസസറി കമ്പോണന്റ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, വളരെ കുറഞ്ഞ അളവിൽ മതി. അത് ആരുടെ പ്രത്യേകതയാ? കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ പ്രത്യേകതയാണ് അല്ലെ, രാസവളത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ മക്കളെ, ഈ കെമിക്കൽ ആൻഡ് അതേപോലെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവവളവും രാസവളവും ഇവരുടെ പ്രത്യേകതകൾ കൃത്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബന്ധം കണ്ടെത്തിയിട്ട് പൂരിപ്പിക്കുക. ഇതിന്റെ പ്രത്യേകത പിന്നെ മിസ് പറയണ്ടല്ലോ. യെസ്, റിയറിംഗ് റാബിറ്റ്സ്, നമ്മുടെ മുയല വളർത്തുന്നതിനെ എന്താ വിളിക്കുക? ക്യൂണിക്കൾച്ചർ. അങ്ങനെയാണെങ്കിൽ ഗ്രോവിംഗ് ഫ്ലവേഴ്സ്, പൂക്കൾ വളർത്തുന്നതിനെ എന്താ പറയാ? പൂക്കൾ വളർത്തുന്നതിനെ നമുക്ക് ഫ്ലോറികൾച്ചർ എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ആ ഒരു ഡയഗ്രത്തിൽ തന്നിട്ടുള്ള, റൗണ്ടിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഫ്ലോറികൾച്ചർ ആണ്. ഇനി എപ്പികൾച്ചർ എന്താ? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആരാ? ഹണി ബീസ് അല്ലെ. റിയറിംഗ് ഹണി ബീസ് ആണ്. റിയറിംഗ് ഹണി ബീസ്, അതായത് നമ്മുടെ തേനീച്ച വളർത്തലിനെയാണ്, തേനീച്ച വളർത്തലിനെയാണ് നമ്മൾ എപ്പികൾച്ചർ എന്ന് പറയാറുള്ളത്. സിമ്പിൾ, സെറ്റ് അല്ലേ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡ്രോ എ ക്ലോസ് സർക്യൂട്ട് യൂസിങ് ദ സിമ്പിൾ. ചിത്രം ശ്രദ്ധിക്കുക, എന്നിട്ട് ഈ ചിത്രത്തിന്റെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടഞ്ഞ സർക്യൂട്ട് വരയ്ക്കണം. അപ്പൊ മക്കളെ, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ബൾബിന്റെ സിമ്പിൾ എങ്ങനെയാ വരാ? കത്തുന്ന ബൾബാണ് അല്ലെ. ബൾബിനെ നമ്മൾ ഇതാ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. അപ്പൊ ബൾബ് കത്തുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ്, ബൾബ് കത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇവിടെ കത്തുന്നു എന്നും കൂടെ കാണിച്ചു കൊടുക്കണം അല്ലെ. ഇതാണ് ബൾബ് കത്തുന്നതിന്റെ സിമ്പിൾ. ഇനി സെല്ലിന്റെ സിമ്പിൾ എങ്ങനെയാ വരിക? ഒരു വലിയ വര, ഒരു ചെറിയ വര. ബാറ്ററി ആണെങ്കിലോ, ഒന്നിലധികം ബാറ്ററി ഉണ്ടെങ്കിൽ ഒന്നിലധികം സിമ്പിൾസ് വരയ്ക്കാം. ഇനി വയറിനെ, കോപ്പർ വയർ ആയിക്കോട്ടെ, ചെമ്പ് കമ്പി ആയിക്കോട്ടെ, ഇത് വരച്ചാൽ മതി അല്ലെ. ഇനി അടുത്തത് സ്വിച്ച് ആണ്. സ്വിച്ച് നമുക്കറിയാം, അടഞ്ഞ സ്വിച്ചും ഉണ്ട് അല്ലെ, സ്വിച്ച് ഇട്ടിട്ടും ഉണ്ട്, സ്വിച്ച് ഓണും ഓഫും ഉണ്ട് അല്ലെ. ഇത് അടഞ്ഞ സ്വിച്ചും തുറന്ന സ്വിച്ചും, സ്വിച്ച് ഓണും ഉണ്ട് ഓഫും ഉണ്ട്, അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സ്വിച്ച് ഓൺ ആണെങ്കിൽ സ്വിച്ച് എങ്ങനെയിരിക്കുക? സർക്യൂട്ട് ക്ലോസ് ആയി. സർക്യൂട്ട് അടഞ്ഞിരിക്കുകയാണ്, പൂർത്തിയായി, അവിടെ കൂടെ കറണ്ട് കടന്നു പോകും എന്ന് നമുക്കറിയാം. സോ സ്വിച്ച് അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാ വരയ്ക്കുക. ഇനി സ്വിച്ച് തുറന്നിരിക്കുകയാണെങ്കിൽ എങ്ങനെയാ വരയ്ക്കുക? സ്വിച്ച് തുറന്നിരിക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് മാത്രമല്ല, എല്ലാ സിമ്പിൾസും സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എസ്പെഷ്യലി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി സർക്യൂട്ട് വരയ്ക്കാം, വേഗം തന്നെ വരച്ചാലോ. അപ്പൊ ആദ്യം നമുക്ക് ബൾബിന് വരയ്ക്കാം. ബൾബ് തന്നെ തുടങ്ങിക്കളയാം. സെന്ററിലായിട്ട് മിസ് ഒരു ബൾബ് കൊടുക്കുന്നു. ദാ ബൾബ് എങ്ങനെ ഇരിക്കുന്നേ? അടഞ്ഞ സർക്യൂട്ട് അല്ലേ. സോ ബൾബ് കത്തുന്നുണ്ട്. ഓക്കെ, കത്തട്ടെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കോപ്പർ കമ്പി വരയ്ക്കാം അല്ലെ. ചെമ്പ് കമ്പിയും കൊണ്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? സെല്ല് വരയ്ക്കണ്ടേ? സെല്ല് വരച്ചില്ലെങ്കിൽ ശരിയാവോ? കറണ്ട് ഉണ്ടാവോ? ഇല്ല. അപ്പൊ സെല്ല് വരയ്ക്കാം. ഒരു വലിയ വര, ഒരു ചെറിയ വര. ഇത് മാത്രം മതിയോ? ഒരാളെ നമ്മൾ മറന്നു പോയിട്ടില്ലേ? അതാരാ? സ്വിച്ച് വരയ്ക്കണം അല്ലെ. സ്വിച്ച് ഇട്ടാലല്ലേ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും പറ്റുള്ളൂ, അടയ്ക്കാനും തുറക്കാനും പറ്റുള്ളൂ സർക്യൂട്ട്. അപ്പൊ സ്വിച്ച് വരയ്ക്കാം. ക്ലോസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ? സ്വിച്ച് ഓൺ ആണ് അല്ലെ. അപ്പൊ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിച്ചിനെ കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. ദാ അങ്ങനെ നമ്മുടെ സർക്യൂട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ നിർബന്ധമായിട്ടും സർക്യൂട്ട് വരയ്ക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, തുറന്ന സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തുറന്ന സർക്യൂട്ട് ആവുമ്പോൾ നമ്മുടെ ബൾബ് കത്തില്ല അല്ലെ, ബൾബ് കത്തില്ല. പിന്നെ സെല്ല് ഉണ്ടാവണം, സെല്ല് ഇല്ലെങ്കിൽ നടക്കൂല. പിന്നെ അതേപോലെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്വിച്ച് വരയ്ക്കുമ്പോഴാണ് അല്ലെ. തുറന്ന സർക്യൂട്ട് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓൺ ഓഫ് ആയിരിക്കും. അപ്പൊ നമുക്കിതാ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണേ. യെസ്. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. വൈദ്യുത ലൈനുകളായി സാധാരണ ഉപയോഗിക്കുന്ന ലോഹം, നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും നമ്മുടെ ലൈവിലേക്ക് എത്താൻ പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന്
പഠിക്കുന്നത്. നാളത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തോടെ പഠിക്കുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ ആരും മറക്കരുത്, നിങ്ങൾ ബേസിക് സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ചക്കര കുട്ടികൾ എല്ലാവരും ഇന്നത്തെ ലൈവിലേക്ക് പോരെ. അപ്പം നിങ്ങളെ കാത്ത് ഒരുപാട് സർപ്രൈസസ് ഒക്കെ ഉണ്ടാക്കും. സോ മറക്കണ്ട, വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം. സോ ടാറ്റാ ബൈ ബൈ, ചക്കരമ്മ.